ഹൃദയഗ്രന്ഥി ആണ് ബന്ധങ്ങൾക്ക് കാരണം. അതുകൊണ്ടാണ് ഉപനിഷത്തില് ആ പരാവരയെ ദർശിച്ചാൽ അപ്പോൾ ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ എന്ന് പറഞ്ഞിരിക്കുന്നു. അറിവുകൊണ്ട് മാത്രമേ ഹൃദയഗ്രന്ഥി ഭേദിക്കൂ. അല്ലാതെ അതെങ്ങനെയുള്ള അറിവ്? നിർമ്മലമായ ഭക്തിയിലുള്ള അറിവ്. അല്ലാത്തതെല്ലാം സംശയങ്ങളെ പെരുപ്പിക്കുകയുള്ളൂ. ആദ്യം ബന്ധങ്ങൾ, അതുളവാകുന്നതോ വിഷയസംഘം. ഏതൊന്ന് വിഷയമായി അറിയുന്നുവോ, ഏതൊന്ന് വിഷയമായി സ്പർശിക്കുന്നുവോ, ഏതൊന്നിനെ വിഷയമായി ദർശിക്കുന്നുവോ, ശബ്ദ സ്പർശ രൂപ രസ ഗന്ധ രൂപേണ വരുന്ന എല്ലാ അറിവും അതിലൊതുങ്ങി നിൽക്കുന്നതാണ് ശാസ്ത്ര സാങ്കേതികങ്ങളായതെല്ലാം. അത് നമ്മളെ ബന്ധിക്കും. ഇതാകാരത്തിൽ നിന്ന് മമാകാരത്തിലേക്ക് ബന്ധിക്കും. ബന്ധമില്ലാതെ വിഷയഛായയില്ല. ഇതാണ് വസ്തുതയെങ്കിൽ ഇതം വൃത്തിയിൽ തുടങ്ങി അഹം വൃത്തിയിലെത്തുമ്പോൾ ഹൃദയംഗമമാകുന്നു. ദൃശ്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ പഠനങ്ങൾക്കൊക്കെയുള്ള പരിമിതി ആദ്യം പൂർവന്മാർ അംഗീകരിക്കുന്നുണ്ട്, അവരതിനെ അതിക്രമിക്കുന്നുമുണ്ട്. പ്രമാതൃ പ്രമേയ പ്രമാണ ചൈതന്യങ്ങൾ കൊണ്ടാണ് വിഷയജ്ഞാനമുണ്ടാകുന്നത്. ഒരു ശബ്ദം എവിടെയെങ്കിലും മുഴങ്ങുമ്പോൾ കൈയടിക്കുന്നതോ, ജലം വന്നു വീഴുന്നതോ, രണ്ടുപേർ വർത്തമാനം പറയുന്നതോ, ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ കൂർക്കം വലിക്കുന്നതോ, ഒരു മൃഗത്തിന്റെ കാൽപാദത്തിന്റെ വിന്യാസമോ, ഒരാനയുടെ ചിഹ്നം വിളിയോ, എന്തുമായിക്കോട്ടെ ആ ശബ്ദം ആദ്യം പ്രമേയം എന്ന നിലയിൽ അതിനൊരു മാധ്യമമുണ്ടായാൽ അതിനെ പ്രമാണം എന്ന് പറയും. പ്രമാണമില്ലെങ്കിൽ ശബ്ദം സഞ്ചരിക്കില്ല. അപ്പൊ പ്രമേയമായ ശബ്ദം പ്രമാണം വഴി ശബ്ദം ഏത് പ്രമാണത്തിലൂടെ കടന്നു പോകുന്നുവോ അതാ ശബ്ദത്തെ അഭിവഞ്ചിപ്പിക്കുന്നത് പ്രമാണസ്വരൂപം കൊണ്ടായിരിക്കുമോ, പ്രമേയത്തെ കേവലം പ്രമേയമായിട്ടായിരിക്കുമോ? ഇതൊന്നും ശാസ്ത്രത്തിന്റെ പഠനത്തിലില്ല. ആ ശബ്ദം കടന്നു വന്ന് കർണപുടങ്ങളിൽ പ്രമാതാവിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നവന് എത്തി അലയ്ക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്പന്ദനങ്ങൾ ആ കർണപുടങ്ങളോട് ചേർന്നിരിക്കുന്ന സംവേദക നാഡികൾ, സെൻസറി നെർവ്സ്, സംബന്ധ പ്രാന്തത്തിലെത്തിക്കുമ്പോൾ സെറിബ്രൽ കോർട്ടക്സ്, പ്രമസ്തിഷ്ക പ്രാന്തം അവിടെ എത്തിക്കുമ്പോൾ പൂർവാനുമതികളിൽ ഇതേപോലെ വന്നിട്ടുള്ള ആയിരമായിരം സംവേദനങ്ങളെ തിരിച്ചറിഞ്ഞ് ചിത്തവൃത്തികളുടെ ഏടുകളിൽ സൂക്ഷിച്ചിട്ടുള്ള ഈ ജന്മത്തിലെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളുടെയും നൂറ്റാണ്ടുകളായി കേൾക്കുന്ന ശബ്ദങ്ങൾ, ഇന്ദ്രിയജനിതമായി അനുഭവിച്ച അനുഭവങ്ങൾ, ആ അനുഭവിച്ച അനുഭവങ്ങളുടെ വാസനയുടെ ഉത്ബുദ്ധതയുള്ള സ്വപ്നങ്ങൾ, ആ വാസനകളുടെ അനുബുദ്ധതകൾ നിറഞ്ഞ സുഷുപ്തി, ഇവയെല്ലാം ചേർത്തുവെച്ച കരണപ്രതികരണങ്ങളുടെ ഭാവതലങ്ങൾ അത്രയും കൃത്യമായി രേഖപ്പെടുത്തിയ അനേക ജന്മങ്ങളുടെ ഏടുകൾ നിറഞ്ഞ 1000 കാസറ്റുകളിൽ സൂക്ഷിക്കുവാൻ പോന്നത് അത്രയും അതിൽ ഒരു കാസറ്റിന്റെ വലിപ്പമുള്ള ഈ തലച്ചോറിനുള്ളിൽ സംഭൃതമാക്കി വെച്ചിരിക്കുന്നതിനിടയിൽ നിന്ന് വിഷയാകാരമായ ശബ്ദവൃത്തി ചിത്തവൃത്തിയായി സ്മരണകളിൽ പ്രതിഫലിക്കുമ്പോൾ അതിനോട് ചേർന്ന ഒരു തിരിച്ചറിവിന്റെ ഭാവത്തിൽ
മനോവൃത്തിയായി, ബുദ്ധിവൃത്തിയായി, യുക്തിയായി പരിണമിച്ച് അതിൽ ഞാൻ ചേരുന്നതോടുകൂടി അഹംവൃത്തിയാകുമ്പോൾ ആ ശബ്ദം കൊണ്ട് ഞാൻ സുഖിയായും ആ ശബ്ദം കൊണ്ട് ഞാൻ ദുഃഖിയായും തീരുന്ന പ്രക്രിയയാണ് നിത്യനിരന്തരമായി മനുഷ്യൻ അനുഭവിക്കുന്നത്. എന്നെ രോഗിയാക്കുന്നതും എന്നെ ആരോഗ്യവാനാക്കുന്നതും എന്നെ സന്തുഷ്ടനാക്കുന്നതും എന്നെ സന്താപത്തിലെത്തിക്കുന്നതും എല്ലാം സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ഇടയിൽ കിടക്കുന്ന ആയിരം ഭാവതലങ്ങളെ മുഴുവൻ അഭിവ്യഞ്ജിപ്പിക്കുന്നത് അത്രയും ഇതം വൃത്തി മുതൽ അഹംവൃത്തി വരെയുള്ള ഈ ശബ്ദജാലത്തിന്റെ പ്രക്രിയയാണെങ്കിൽ ഈ ശബ്ദം പോലെ സ്പർശവും ഈ സ്പർശം പോലെ രൂപവും രൂപം പോലെ രസവും രസം പോലെ ഗന്ധവും അനുവർത്തിക്കുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധിയായ വിഷയങ്ങളുടെ പ്രവർത്തന ലോകങ്ങളോട് ഇതം വൃത്തിയിൽ ആരംഭിച്ച് അഹംവൃത്തിയിലെത്തി ഹൃദയംഗമമായി തീർന്ന മമതാപൂർവം വിഷയ സക്തനായി വിഷയേഷു വിഷജ്ജതേ എന്ന തലത്തിൽ ബന്ധിക്കുന്നവനായി തീരുന്നൊരു മാത്രയിലുളവാകുന്ന സംഘവും സംഘത്തെ തുടർന്നു വരുന്ന കാമവും അതിനെ തുടർന്നുണ്ടാകുന്ന ലോകങ്ങളുമെല്ലാം ബാഹ്യ വിഷയത്തിന് ഒരു പരിണാമവും സംഭവിക്കാതെ ബാഹ്യ വിഷയത്തിന് മാറ്റമുണ്ടാകാതെ കാണുന്നവനായ പ്രമാതാവിൽ മാത്രം സംഭവിക്കുമ്പോഴും വിഷയം വീണ്ടും അതേപടി തുടരുന്നു എന്ന ഈ പ്രക്രിയ, ഈ ബന്ധങ്ങളെയാണ് അറുക്കേണ്ടത്. അല്ലാതെ പുറത്തുള്ള വസ്തുക്കളെ ഒന്നുമല്ല. ആകെ നടക്കുന്ന പ്രക്രിയ ഇത്രയും. ഇതില് പ്രമാതൃ പ്രമേയ പ്രമാണ ചൈതന്യങ്ങളുടെ സംയോഗമായ സൂര്യന്റെ പ്രകാശമാകുന്ന പ്രമാണം ഈ വസ്തുവാകുന്ന പ്രമേയത്തിൽ പതിച്ച് അതിന്റെ പ്രകാശരശ്മി പതനരശ്മിയും പ്രതിപതനരശ്മിയും കണ്ണിൽ പതിച്ച് അതുണ്ടാക്കുന്ന ഇതിന്റെ ചിത്രം കണ്ണിന്റെ റെറ്റിനയിൽ വീണ് കഴിഞ്ഞ് ഈ വസ്തു എടുത്തു മാറ്റിയാലും റെറ്റിനയിലെ ചിത്രത്തെ അവലംബിച്ചെന്റെ പ്രമസ്തിഷ്ക പ്രാന്തത്തിൽ എന്റെ സംവേദക നാഡികളും പ്രേരക നാഡികളും ചേർന്നുളവാക്കുന്ന ആയിരം സങ്കല്പ ലോകങ്ങൾ എന്നിലുണ്ടാക്കുന്ന വിറയലും വിറയ്ക്കലും എന്നിലുണ്ടാക്കുന്ന ക്രോധവും താപവും എല്ലാം ഈ വസ്തുവല്ല. ഈ വസ്തുവിനെ ആധാരമാക്കി എന്റെ ചിത്തവൃത്തിയും മനോവൃത്തിയും ബുദ്ധിവൃത്തിയും ഉളവാക്കുന്നതാണെന്ന് തിരിച്ചറിയാൻ ശാസ്ത്രം പര്യാപ്തമല്ലാത്തിടത്തോളം നിഗൂഢമായ ഒരറിവിനെയും തരാത്തതും അതേസമയം പ്രത്യക്ഷമായ അറിവിനെ മാത്രം തരുന്നതുമായ ആ കാര്യങ്ങളെ പഠിച്ചും പഠിപ്പിച്ചും ബന്ധങ്ങളിൽ നിന്ന് ബന്ധങ്ങളിലേക്ക് പോയി മാനവൻ നശിക്കുമ്പോൾ, ഏതൊരു പരാവരയെ ദർശിക്കുമ്പോഴാണോ ഹൃദയഗ്രന്ഥികൾ പൊട്ടുന്നത്, കർമ്മങ്ങൾ ക്ഷയിക്കുന്നത്, ആ ഹൃദയത്തിലെ സംശയരൂപമായ ബന്ധനത്തെ MBBSകാരെ, MDക്കാരെ, ആയുർവേദക്കാരെ, MBAക്കാരെ, കമ്പ്യൂട്ടറുകാരെ ഒക്കെ നിങ്ങൾ കല്യാണം കഴിക്കുന്നു. ഒരുത്തിക്ക് പോലും ഇങ്ങനെ സംശയം ചോദിക്കാനാവില്ല. ഇനി ചോദിച്ചാൽ ഒരുത്തനോട്ട് പറഞ്ഞു കൊടുക്കണം. പാർവതി അന്ന് ചോദിച്ച ചോദ്യം ഇന്നൊരു സ്ത്രീ ചോദിച്ചാൽ പോലും ഈ ചോദ്യത്തിന്റെ വലിപ്പത്തിന് കുറവില്ല. സാരി വാങ്ങിച്ചു തരാവോ എന്ന് ചോദിക്കുന്നത് അല്ലേ? വാങ്ങിക്കാൻ പോവല്ലേ? ഷിഫോൺ തന്നെ വേണം എന്ന് പറയാനാവും അല്ലേ? കൊണ്ടുവന്നു ഇതം വൃത്തി വിശിഷ്ടമായി ഉള്ളിലുദിച്ചത്. കാരണം രാമഹൃദയ മന്ത്രം പഠിക്കാൻ വന്നപ്പോൾ തിരുനെല്ലി അമ്പലത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ അടുക്ക വന്നു നിന്നവൾ ഉടുത്തിരുന്ന സാരിയിൽ ഒന്നു നോക്കിയതും
അത് ചിത്തവൃത്തിയെ ഉണ്ടാക്കിയതും അത് ഷിഫോണാണെന്ന് തിരിച്ചറിഞ്ഞതും ആ സാരിയുടെ സ്റ്റഫിൽ പിടിച്ചൊന്നു നോക്കിയതും അത് കഴിഞ്ഞപ്പോൾ അടുക്കയിരുന്ന ഭർത്താവിനോട് അത് തന്നെ വേണമെന്ന് ശഠിച്ചതും കാശെടുത്തില്ലല്ലോ വീട്ടിലോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞതും അവിടെ ചെന്ന് ബ്ലേഡിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ഓടിപ്പോയി സാരി വാങ്ങിക്കൊണ്ടെന്ന് ഉള്ളിൽ ഇവളുടെ പിണ്ടം വെക്കാനെന്ന് വിചാരിച്ച് കൊടുത്തതും അല്ല അല്ലേ ഇതാക്കി പെറുപെറുക്കുന്നുണ്ട്. അപ്പൊ കാരണവരോട് ഞാൻ ചോദിച്ചു എന്താ പെറുപെറുക്കുന്നത്? അവ പറഞ്ഞു മുടിയാൻ നേരത്ത് മുണ്ടയ്ക്ക് സംബന്ധം കൂടിയതാണ് എന്ന് പറഞ്ഞ് ഇതൊക്കെ കൊണ്ട കൊടുത്തതും ഇതൊക്കെ 2 ദിവസമോ 3 ദിവസമോ ഉടുത്തതും 4-ാം ദിവസം ഇത് സോഫയിലോ കതകിന്റെ മുകളിലോ അല്ലേ എവിടെയെങ്കിലും ചുരുട്ടിക്കൂട്ടിയിട്ടതും ഇതിലുള്ള പ്രിയം പോയതും അപ്പൊ ഇതിനാൽ ഞാൻ സുഖി, ഇപ്പോഴോ 4 ഉടുപ്പെടുത്തു കഴിഞ്ഞപ്പോ ഇതിനാൽ ദുഃഖി. ഇതിനൊരു വലിയ ശല്യമാണ്. ഇതെല്ലാം കൂടെ ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും. ഇതല്ലാതെ ഈ പ്രക്രിയയുണ്ടാകുന്ന ഇതം വൃത്തിയും വിഷയാകാരവൃത്തിയും മനോവൃത്തിയും ചിത്തവൃത്തിയും ബുദ്ധിവൃത്തിയും അഹംവൃത്തിയും ഉൾക്കൊള്ളുന്ന ഇടത്തിൽ നിന്ന് അഹത്തിലേക്കുള്ള പരിണാമത്തിന്റെ അന്തരാളങ്ങളിലേക്ക് സൂക്ഷ്മമായി കടന്നു ചെല്ലുവാൻ നിങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് പറ്റാത്തിടത്തോളം ഒരു പോലീസ് ഓഫീസർക്ക് വിരലോ ശരീരമോ തൊട്ടത് എന്ന് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുറകിലെ സീറ്റും മുന്നിലെ സീറ്റും ടേപ്പ് കൊണ്ടളന്ന് ആ ടേപ്പിനേക്കാൾ മന്ത്രിയുടെ കൈക്ക് നീളമുള്ളതുകൊണ്ട് തൊടാനുള്ള സാധ്യതയും തൊട്ടാലും തൊട്ടില്ലെന്ന് പറയാനുള്ള സാധ്യതയും തുല്യമാണെന്ന് എഴുതി വയ്ക്കാവുന്ന ഇതാര് എന്ന് പുറകിലിരിക്കുന്നവന്റെ ഉള്ളിലൊരു ചോദ്യമുണ്ടാകുന്നതും ഇതിന്നയാളെന്നൊരു ഉത്തരം വരുന്നതും ഇതെനിക്ക് പ്രിയപ്പെട്ടയാളെന്ന് അകത്തുനിന്നൊരു ഉത്തരം വരുന്നതും ഇയാളുടെ രൂപം തന്നെ ഗ്രസിച്ചപ്പോൾ കൈ അറിയാതെ നിன்றതുമായ അജ്ഞാനത്തിന്റെ അകപ്പൊരുളുകളിലേക്ക് കടന്നുപോകാൻ അത് മന്ത്രിയായാലും തന്ത്രിയായാലും ഒരുപോലെയാണ്. ഈ അജ്ഞാനമെന്ന് പഠിക്കാനൊരു ജനതയ്ക്കും ഒരു സംസ്കാരത്തിനും കഴിയാത്തിടത്തോളം ഖജനാവിന്റെ കാശ് അന്വേഷണങ്ങൾക്ക് കാലിയായി ശമ്പളവും കിമ്പളവും ലഭിക്കാത്ത ഒരു ഓണമെത്താമെന്നല്ലാതെ എന്ത് ഫലം? യു കാൻ ഫോളോ. മറിച്ചത് മനുഷ്യ സഹജമായ അജ്ഞാനത്തിലാണ് ശബ്ദസ്പർശരൂപരസഗന്ധാദികളെ ഇതം വൃത്തിയിൽ നിന്ന് അഹംവൃത്തിയിലേക്ക് പരിണമിപ്പിക്കുന്നതെന്ന് തിരിച്ചൊന്നറിഞ്ഞ ആ അറിവിൽ ആരൂഢമാകുന്നൊരു നിമിഷത്തിൽ ഇതം വൃത്തി ഉളവാകാത്ത അന്തരാളങ്ങളില്ലാത്ത പരാവരയെ ദർശിച്ച ഗൂഢമായ മന്ദസ്മിതത്തിന് തന്നെ പ്രേരിപ്പിക്കുന്ന തലത്തേക്ക് എത്തിക്കുമ്പോൾ ഹൃദയത്തിലെ സമസ്ത സംശയങ്ങളും അസ്തമിക്കുന്ന, സമസ്ത ബന്ധങ്ങളുമില്ലാതാകുന്ന, അതൊന്ന് തരാനാ പറയുക. അതെങ്ങനെ പറയണം? ആ തടസ്സത്തെ നിർമ്മല വാക്കുകളാൽ നിശേഷം നശിപ്പിക്കുവാനായി. വാക്ക് വളരെ പ്രധാനമാണ്. അങ്ങയുടെ വാക്ക് അതിനിർമ്മലങ്ങളായി എന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വാക്കുകൊണ്ട് തന്നെ നശിപ്പിക്കുന്നതായി അതിനങ്ങ് അർഹനാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ അവസാനം നിർത്തുക. അതിലാ ഹൃദയ സംശയമാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ശരിയാണ്. വദന്തി രാമം പരമേകമദ്യം നിരസ്തമായ ഗുണസംപ്രവാഹം ഭജന്തി ജാഹർനിശമപ്രമത്ത പരംപദം യന്തി തദൈവ സിദ്ധാഃ. വദന്തി രാമം പരമേകമദ്യം നിരസ്തമായ ഗുണസംപ്രവാഹം ഭജന്തി ജാഹർനിശം അപ്രമത്ത പരംപദം യന്തി തഥൈവ സിദ്ധാഃ. രാമം ഏകം ആദ്യം നിരസ്തമായ ഗുണസംപ്രവാഹം പരംവദന്തി. രാമനെ, രാമം ഏകം ആദ്യം നിരസ്തമായ ഗുണസംപ്രവാഹം പരംവദന്തി.
രാമനെ അദ്വിതീയവും മൂലകാരണവും, ആദ്യം എല്ലാത്തിൻ്റെയും കാരണം, ആദി കാരണം. ബോധമാണ് ആദി കാരണം, അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. അതാണ് രാമൻ. അപ്പൊ രാമനെ അദ്വിതീയവും, രണ്ടാമതൊന്നില്ലാത്തത്. ഒന്ന് എന്ന് പറഞ്ഞാൽ പോരാ. ഒന്ന് എന്ന് പറഞ്ഞാൽ പറയുന്നവനും ഒന്നുമുണ്ട്. ഞാൻ ഏകദൈവ വിശ്വാസിയാണ് എന്നൊരുത്തൻ പറഞ്ഞാൽ ഏകദൈവവും പിന്നെ ഞാനും. മനസ്സിലായില്ല? അതെ, ഈശ്വരനും ഞാനും ഇപ്പൊ രണ്ടെണ്ണം ഉണ്ടായി. അതുകൊണ്ടാണ് ഏകം എന്ന് പറയാത്തത്. ഈശ്വരൻ ഒന്നേയുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒന്നും നിങ്ങളും പറയുന്ന നിങ്ങളും ഉണ്ട്. അത് നിഷേധവാചിയാണ്. അതുകൊണ്ടാണ് അദ്വിതീയം, രണ്ടാമതൊന്നില്ലാത്ത ഒന്ന്. പറയുന്നവനും പറയുന്ന വസ്തുവും പറയപ്പെടുന്ന ഭാവവും ഒന്നാകുന്ന ത്രിപുടി മുടിഞ്ഞ ഒന്ന്, അദ്വിതീയം. രാമനെ അദ്വിതീയവും മൂലകാരണവും ആദികാരണവും മായാഗുണങ്ങളിൽ നിന്നുണ്ടാകുന്ന രാഗദ്വേഷാദി പരമ്പരകളെ അതിക്രമിച്ചിരിക്കുന്നു. അപ്പോ നിരസ്തമായാഗുണ സംപ്രവാഹം, അതിനെ അതിക്രമിച്ചിരിക്കുന്ന പരമതത്വമായിട്ട് വദന്തി, പറയപ്പെടുന്നു. രാമൻ എന്ന് പറഞ്ഞാൽ അദ്വിതീയ ബ്രഹ്മമാണ്. രാമൻ എന്ന് പറഞ്ഞാൽ മൂലകാരണമാണ്. രാമൻ മായാഗുണത്തിൽ നിന്ന് ഉളവാകുന്ന രാഗദ്വേഷാദി പരമ്പരകളെ അതിക്രമിച്ചവനാണ്. രാഗവുമില്ല, ദ്വേഷവും. ജീവന് രാഗം അല്ലെങ്കിൽ ദ്വേഷം രണ്ടും ഇല്ലാത്തൊരവസ്ഥയുണ്ടാവില്ല. നമ്മോട് ആർക്കെങ്കിലും ഉണ്ടാകുന്ന രാഗമാണ് നമുക്ക് ധർമ്മം. നമ്മോട് ആർക്കെങ്കിലും ഉണ്ടാകുന്ന ദ്വേഷമാണ് നമ്മൾ അധർമ്മം എന്ന് പറയുന്നത്. രാഗദ്വേഷാതിരിക്തമായ ധർമ്മം നമുക്ക് അജ്ഞാതമാണ്. ഞാൻ അവിടെ ചെന്നു, കസേരയിട്ട് തന്നു, എന്നെ ഇരുത്തി. നല്ല മനുഷ്യൻ. ഞാനവിടെ ചെന്നു, എന്നെ ഇരുത്തിയില്ല. ഒരു മനുഷ്യപ്പറ്റില്ലാത്തവൻ, വളരെ മോശം. ലോകത്ത് ആർക്കായാലും ധർമ്മം ഞാനാണ്. ഞാനെന്നത് കേവലമായാൽ ശരിയാണ്. ഞാനെന്ന കേവലമായ ബോധത്തിന്മേൽ നാമരൂപാത്മകവും വർണ്ണാത്മകവും ആശ്രമാത്മകവും ബന്ധാത്മകങ്ങളുമായ ഭാവങ്ങൾ ഉന്നയിച്ച് ആ എന്നെ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നതിനെ ആസ്പദമാക്കിയാണ് ധർമാധർമ്മങ്ങളെ ഞാൻ വിലയിരുത്തുന്നത്. അങ്ങനെ അല്ലാതെ വിലയിരുത്താൻ വിജ്ഞന്മാർക്ക് ഒട്ടുമാവില്ല. 4 അക്ഷരം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ധർമ്മം ഇതാണ്. ഒരു വിദ്യാഭ്യാസവും ഇല്ലെങ്കിൽ അവൻ അറിയുന്നില്ല തന്നെ സ്വീകരിച്ചുവോ തിരസ്കരിച്ചുവോ എന്നത്. നിങ്ങളുടെ വീട്ടിലൊരു കല്യാണം നടക്കുകയാണ്. നിങ്ങൾ വിളിച്ചവരും നിങ്ങൾ വിളിക്കാത്തവരുമായി കുറെ ആളുകൾ. രണ്ടാമത്തതില്ലെന്ന് തോന്നുന്നു. രണ്ടാമതും കുറച്ചുണ്ടാവുമെന്ന് തോന്നുന്നു. നിങ്ങളുടെ പണിക്കാർ, നിങ്ങളുടെ ആശ്രിതർ മുതലായവരെ നിങ്ങൾ വിളിക്കാറില്ല. വിളിക്കണം. ആശ്രിതരായ പണിക്കാരെ നിങ്ങൾ വിളിക്കാറില്ല. നിങ്ങൾ അതിലെ ഗർവമുള്ള പണിക്കാരെ വിളിക്കും. അതിലെ നേതാവിനെ വിളിക്കും. അതിലെ ചില ഒടക്ക് പാർട്ടികളുണ്ട്, അവനെയൊക്കെ വിളിക്കും. എന്താ കാരണം വെച്ചാൽ വിളിച്ചില്ലെങ്കിൽ അവൻ ബാക്കിയുള്ളവരെയും വിലക്കും. വസ്തുത നിങ്ങളെ ആശ്രയിച്ചാണ് കഴിയുന്നതെന്നും നിങ്ങൾ വിളിച്ചില്ലെങ്കിലും അവന് വന്നേ പറ്റൂ എന്നും നിങ്ങൾക്ക് ബോധ്യമുണ്ടായാൽ നിങ്ങൾ ഒരിക്കലും വിളിക്കില്ല. ആ വിളിക്കും എന്ന് പറഞ്ഞവരെയൊക്കെ എനിക്കറിയാം. ചുമ്മാ നമ്മൾ തർക്കിക്കണം. നമ്മുടെ എത്രയോ പരിപാടികളിൽ വിളിക്കാതെ പലരും വന്നിരിക്കുന്നു, പലരും അരച്ചിരിക്കുന്നു, പലരും പന്തലിട്ടിരിക്കുന്നു, പലരും വെള്ളം കോരിയിരിക്കുന്നു, ഒക്കെ ചെയ്തിരിക്കുന്നു. അതൊക്കെ നമ്മൾ ചിലപ്പോൾ സൗകര്യപൂർവ്വം പറയുകയും ചെയ്യും. വിളിച്ചില്ലെങ്കിലും ആ സമയത്ത് അവൻ വന്ന് ചെയ്തു. ചുമ്മാതൊന്നുമല്ല, അവന്റെ അച്ഛന്റെ കാലം മുതൽ നമ്മൾ ചെയ്തു കൊടുത്തതിനാ. കാരണം എന്റെ അച്ഛന്റെ തലമുടി വെട്ടാൻ വന്നപ്പോ നാഴി നെല്ല് കൊടുത്തിട്ടുണ്ട്. ശരിയല്ല? അതായി കൊടുത്തത്. കപ്പ പറിച്ചപ്പോ വാട്ടിയുണങ്ങുന്ന നേരത്ത് ഒരു കൊട്ടയെ അങ്ങെടുത്തോണ്ട് പോയത്. കപ്പയല്ല, ഒരു കൊട്ട അവൻ കൊണ്ടുവന്നത്. എന്നാലും അവന്റെ ബോധത്തിലൊരു തോന്നലുണ്ട്. ശരിയാണ്, ഇവരിച്ചിട്ട് പൊങ്ങച്ചുണ്ട്, അമ്മയെ പോലല്ല. അതുകൊണ്ട് ഇവര് അല്ലെന്നൊക്കെ പറയും. ഇവരെ നമുക്ക് ഇന്നാണോ അറിയാം?
അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെ ബന്ധിക്കുന്ന, നമ്മളെ ഗുണങ്ങളുമായി സംയോജിപ്പിക്കുന്ന തലങ്ങളെ മൊത്തം വെച്ചുകൊണ്ട് നമ്മൾ വിളിച്ചിട്ട് വന്നവർ, വിളിക്കാതെ വന്നവർ, രണ്ടു കൂട്ടരും കുറെ ഉണ്ടാവും. ശരിയാണ്. വിളിച്ചിട്ട് വന്ന ആ വലിയ ആളുകൾ, അവരുടെ ഭാവതലങ്ങളൊക്കെ നോക്കുക. വിളിക്കാതെ വന്നവരുടെ ഭാവതലങ്ങൾ നോക്കുക. അവര് വരുമ്പോഴും പോകുമ്പോഴും സ്വീകരിച്ചോ തിരസ്കരിച്ചോ എന്ന് അറിയുന്നില്ല. അവരുടെ ചിന്തയിൽ സ്വീകരണത്തിന്റെയും തിരസ്കരണത്തിന്റെയും ഭാവലേശമില്ല. നമ്മൾ വിളിച്ചിട്ട് വന്നവർ എവിടെയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ അവരുടെ ചിന്തകളിലും ചർച്ചകളിലും തിരസ്കാരത്തിന്റെ സങ്കല്പനങ്ങളുണ്ട്. ഇല്ല, നമുക്കുമില്ലേ? വേണ്ട പോലൊന്നും എന്നോട് വേണ്ടിയില്ല. നീ ശ്രദ്ധിച്ചോ? ഞാൻ അവിടെ പോയിരുന്നു നോക്കി, കാര്യമായി പരിഗണിച്ചില്ല. എന്ത് പരിഗണിക്കാൻ? അവനെ പഴയ ശത്രുത വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, അവന്റെ ഇപ്പോഴത്തെ ആ പൊങ്ങച്ചത്തിന് നമ്മളൊക്കെ പോരെന്ന് തോന്നി. ഇങ്ങനെയുള്ള ഒട്ടേറെ ചിന്തകൾ നിങ്ങളും ഞാനും വിദ്യാഭ്യാസമുള്ളവരായതുകൊണ്ട് കടന്നുപോകും. ആദ്യത്തിന് മുഴുവൻ പേരും തരവില്ല. ഇപ്പൊ സൂക്ഷിച്ച, കാരണം മുമ്പത്തതിന് വരുന്നവന്റെ കഥയാ പറഞ്ഞു. അത് സത്യമാണ്. ഇപ്പൊ നമ്മുടെ കാര്യമാണ്. ഇത്ര പെട്ടെന്ന് കുലുങ്ങുകയല്ല, പക്ഷെ മസിൽ പിടിച്ചായിരിക്കുന്നത് അറിയാതെ കുലുങ്ങുന്നുണ്ടെന്ന് എനിക്കറിയാം. അവിടെയാണ് ഇതിന്റെ ബുദ്ധി. മറിച്ച് മറ്റവന് തിരസ്കാരവുമില്ല, സ്വീകാര്യവുമില്ല. അപ്പോൾ വിഷയബന്ധങ്ങളും തിരസ്കരണവും ഭൗതിക വിഷയങ്ങളെ കുറിച്ച് അറിയുകയും പഠിക്കുകയും അറിവ് നേടുകയും ചെയ്യുമ്പോൾ കൂടുന്നു. അവ മനുഷ്യന്റെ അറിവിനെ ഇല്ലാതാക്കുന്നു, അനുഭൂതിയെ നശിപ്പിക്കുന്നു, സ്വസ്ഥതയെ കാർന്നു തിന്നുന്നു. ഇതംവൃത്തി മുതൽ അഹംവൃത്തി വരെയുള്ള അറിവ് മാത്രമേ പഠനീയമായി ലോകത്തുള്ളൂ. അതത്രയും അഹന്ത ഉളവാക്കുന്നതുമാണ്. ഇതംവൃത്തിയിൽ നിന്ന് അഹംവൃത്തിയിലേക്ക് പരിണമിക്കുന്ന എന്റെ സ്വഭാവത്തെ പഠിക്കാൻ പഠനമില്ല. ആ പഠനത്തിൽ ഞാൻ ഉൾപ്പെട്ടാൽ, ഒരു പഴത്തൊലിയിൽ കാല് തട്ടി വീണാൽ ആദ്യം ചിരിക്കുന്നത് ഞാനായിരിക്കും. മനസ്സിലായില്ല? കാരണം വീഴുന്ന എന്റെ ശരീരം എന്റെ ബോധത്തിന് ദൃശ്യമാണ്. അതുമായി ഞാൻ എന്റെ ബോധത്തെ സമന്വയിപ്പിക്കുന്നില്ല, പിടിയിട്ടില്ല. എന്റെ പരാജയങ്ങൾ ആദ്യം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നത് എന്നെയായിരിക്കും. കാരണം അവയോട് ഞാൻ താതാത്മ്യം പ്രാപിക്കുന്നില്ല. എന്റെ വിജയങ്ങൾ എനിക്ക് ആഹ്ലാദമോ സ്പന്ദനമോ ഉണ്ടാക്കുന്നില്ല. കാരണം അവയുമായി ഞാൻ താതാത്മ്യം പ്രാപിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ താതാത്മ്യപ്പെടാത്തിടത്തോളം സന്തുഷ്ടനാവുകയും ഉണ്ടാവും. ഈ ഒരു തലം, ഇതിനെ വെച്ചിട്ടാണ് പറഞ്ഞത് എല്ലാത്തിന്റെയും മൂലകാരണവും രാഗമോ ദ്വേഷമോ ആയ പരമ്പരകളെ അതിക്രമിച്ചിരിക്കുന്നതും പരമതത്വമായിട്ട് വദന്തി പറയുന്നു. ഭജന്തീച്ച, ഭജിക്കുകയും ചെയ്യുന്നു. അപ്രമത്ത സിദ്ധാഹ തഥായേവ പരം പദം യാന്തി. പ്രമാദരഹിതന്മാരും അപ്രമത്തന്മാർ, തെറ്റുപറ്റാത്തവർ. എന്താണ് തെറ്റ് ലോകത്തിൽ? ഏതാണ് തെറ്റ്? ഞാൻ എന്ന ബോധത്തെ വർണ്ണങ്ങളിൽ, ആശ്രമങ്ങളിൽ, തൊഴിലുകളിൽ തളച്ച് അവയുമായി താതാത്മ്യപ്പെടുത്തുന്നതാണ് പ്രമാദം. അല്ലാതെ ലോകത്ത് ഒരു തെറ്റുമില്ല. അല്ലാതെ എല്ലാവരും തുല്യരാണ്. ഞാൻ അച്ഛനാണ് എന്ന് താതാത്മ്യപ്പെടുമ്പോൾ എന്റെ കുട്ടിയും അടുത്ത വീട്ടിലെ കുട്ടിയുമായി വഴക്കുണ്ടാക്കി അടികൂടി എന്റെ കുട്ടി ആ കുട്ടിയെ തള്ളിയിട്ടത് ഞാൻ കാണാതിരിക്കുകയും എന്റെ കുട്ടിയെ അവൻ തള്ളിയിട്ടത് കാണുകയും ചെയ്യുമ്പോൾ അവന്റെ ചെവിക്ക് പിടിച്ച് തിരിക്കുമ്പോൾ ഞാൻ അച്ഛനായി താതാത്മ്യപ്പെടുന്നു. താതാത്മ്യപ്പെടാത്തിടത്ത് മക്കളെ ഇങ്ങനെയൊന്നുമല്ല ജീവിക്കേണ്ടത് എന്ന് ഒരു സാക്ഷി സാമാന്യനെ പറയുന്നു. അപ്പോ ആ ചെവിക്ക് പിടിക്കുന്നതല്ല തെറ്റ്, അതിനേക്കാൾ വലിയ തെറ്റ് താതാത്മ്യം പ്രാപിക്കുന്നതാണ്. താതാത്മ്യം പ്രാപിച്ചാൽ മാത്രമേ തെറ്റുകൾ ലോകത്തുണ്ടാവും.
മുഖ്യമന്ത്രിയായി, വിദ്യാഭ്യാസ മന്ത്രിയായി, ധനമന്ത്രിയായി, പ്രധാനമന്ത്രിയായി, പ്രസിഡന്റായി, അച്ഛനായി, അമ്മയായി ഒക്കെ ഞാൻ അറിയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഞാൻ തെറ്റുകാരനായി. ഞാൻ ബ്രഹ്മചാരിയായി, ഞാൻ വാനപ്രസ്ഥനായി, ഞാൻ സന്യാസിയായി ലോകം അംഗീകരിക്കുവാൻ വേണ്ടുന്ന പകർച്ചകൾ എന്റെ മനസ്സ് രൂപപ്പെടുത്തുമ്പോൾ തന്നെ ഞാൻ തെറ്റുകാരനായി. അതുകൊണ്ട് ലോകം എന്നത് തെറ്റിന്റെ പാഠഭേദം മാത്രമാണ്. തെറ്റല്ലാതൊന്നും ഈ താകത്തിലില്ല. അഥവാ ഒന്നും ഏകവും അദ്വയവുമായ ബോധത്തെ പലതായി കാണുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. നിങ്ങളാരാണോ നിനക്കറിയില്ലേ? നിന്റെ അച്ഛനല്ലേ? അപ്പൊ മാൻ പഠിച്ചു ഇങ്ങനെ അച്ഛനാണ്. അരമണിക്കൂർ ഞാൻ വേറൊരു മനുഷ്യൻ ചോദിച്ചു, നിനക്കറിയില്ലേ നിങ്ങളുടെ മകനല്ലേ ഞാൻ? ആദ്യം കേട്ടവന് സംശയമായി. ഇയാള് മകനാണ്, ഇയാൾ അച്ഛനാണ്. ഇത്രയും കാലം കൂടെ താമസിച്ചിട്ട് നിന്റെ ഭർത്താവാണ് ഞാനെന്ന് കരുതാത്ത നീ ഇപ്പൊ വേറൊരുത്തനായി ഭർത്താവായി. ഇനി എന്തൊക്കെ ആകും ഇയാള്, എന്തൊക്കെ ആയില്ല. ഇത്രയൊക്കെ ആകണോ ആനന്ദിക്കാൻ? ഈ ആയതൊന്നും പോരാഞ്ഞിട്ട് ഇനിയുമാകാൻ വെമ്പൽ കൊള്ളുമ്പോൾ എവിടെയാണിനി ഇയാളുടെ ആനന്ദം? ഫോളോ ചെയ്യാൻ പറ്റുമെന്നറിയില്ല. രസമുണ്ടല്ലേ? ഇതൊക്കെ വീട്ടിൽ അടിക്കരുത്, അടി പാഴ്സലായിട്ട് വാങ്ങില്ല. കാരണം അവിടെ ഇരിക്കുന്ന അടിസ്ഥാന വർഗമാണ്. എന്ന് പറഞ്ഞാൽ അടിസ്ഥാനത്ത് തരുന്ന വർഗം. അടിസ്ഥാന വർഗത്തിന്റെ നിർവചനം അതാണ് അല്ലേ? പണ്ടങ്ങനെയല്ല, ഇന്നങ്ങനെയാണ്. അടിസ്ഥാനത്ത് തരുന്ന വർഗത്തെയാണ് നമ്മൾ അടിസ്ഥാന വർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് വീട്ടിൽ പോയി പറയാനായിട്ട് ഇങ്ങനെ ഇത് കൊള്ളാം, നല്ല നമ്പരാണ്, രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് പറഞ്ഞാൽ. അതുകൊണ്ട് എത്ര ഭാവങ്ങളാണ്. ഇതെല്ലാം കൂടെ ശരിയാകുമോ? ഒരു ശരി മറ്റുള്ളവയെ തെറ്റെന്ന് നിർവചിക്കുമ്പോൾ ഓരോ ശരിയോടും ചേർന്ന തെറ്റുകളുടെ പര്യായങ്ങൾ എടുത്താൽ എത്ര താതാത്മ്യത്തിന്റെ പ്രമാദമാണ് നമുക്ക് പറ്റുന്നത്. അപ്രമത്തന്മാർ, പ്രമാദരഹിതന്മാർ, അജ്ഞാനം ഇല്ലാതായവർ, തന്നെ മറ്റൊന്നായി കാണാത്തവർ, ജീവിതത്തിലുടനീളം താനിതൊന്നുമല്ല എന്ന് വ്യക്തമായി അറിഞ്ഞവർ, അവരെയാണ് അപ്രമത്തന്മാർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരും സിദ്ധാഹ, സിദ്ധിച്ചവരും, തത്വം അറിഞ്ഞവരും, തെറ്റു പറ്റാത്തവർ, തത്വം അറിഞ്ഞവർ, തഥായേവ അപ്രകാരമുള്ള ഭജനത്താൽ തന്നെ പരംപദം യാന്തി, പരമപദത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. വദന്തി കേചിത് പരമോ വിരാമഃ സ്വാവിദ്യയാ സംവൃതമാത്മസത്യം ജ്ഞാനാദിനാത്മാനമതപരേണ സംബോധിതോ വേദപരാത്മതത്വം. വദന്തി കേചിത് പരമോ വിരാമഃ സ്വാവിദ്യയാ സംവൃതമാത്മസത്യം ജ്ഞാനാദിനാത്മാനം അധപരേണ സംബോധിതോ വേദപരാത്മതത്വം പരമ അവിരമഃ. സ്വാവിദ്യയാ സംവൃതം ആത്മസത്യം ആത്മാനം ന ജാനാതി അതഃ പരേണ സംബോധിത പരാത്മതത്വം വേദ ഇത് കേചിത് വദന്തി. ഓരോരുത്തരുടെ അഭിപ്രായം പറയാം. ചിലർ പറയുന്നു സർവോത്കൃഷ്ടനാകുന്നു രാമനെങ്കിലും സ്വകീയമായയാൽ, സ്വയമേ ഉണ്ടാക്കിയ മായയാൽ, തന്റെ തന്നെ സൃഷ്ടിയായ മായയാൽ സംവൃതം മറയ്ക്കപ്പെട്ട ബോധമൊക്കെ ഉണ്ട്. എങ്കിലും ഒരു കളി എന്ന നിലയിൽ ആനയല്ല താനെന്നറിയാം. കുട്ടിക്ക് ആന വേണം. കാരണം ഒരു 4 കാലയിലൊക്കെ നിന്ന് ആനയായി പതുക്കെ പുറകെ കാല് പൊക്കിക്കൊടുത്ത് അതിലൂടെ മോനെ മുകളിലേക്ക് കയറ്റി, മോൻ മുകളിൽ കയറിയിരിക്കുമ്പോൾ ആനയായിട്ട് നടന്ന് നീങ്ങുമ്പോൾ കാരണവർക്കറിയാം താൻ ആനയല്ല. തന്റെ മായ കൊണ്ട് മകന് മുമ്പിൽ ആനയായി തീർന്ന് ആനപ്പുറത്തെന്ന പോലെ മകൻ കളിക്കുമ്പോൾ മകനും
തന്റെ മായയും താനും തന്റെ സൃഷ്ടിയായി ക്രീഡിക്കുന്ന ഒരാനന്ദം. മനസ്സിലായില്ല? കളിച്ചിട്ടില്ല. ഈ കളിയൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ അതിന് പകരം മകനൊരു ആനയെ വാങ്ങിക്കാൻ കൊടുക്കും. അതിലൊരു സുഖം ഉണ്ടാവില്ല. അവൻ 2 ദിവസം കളിച്ചിട്ട് വലിച്ചെറിയും. ഇപ്പൊ ആര് കളിക്കാം? ഇപ്പൊ കാരണവന്മാരെല്ലാം വയസ്സൻസ് ക്ലബിലാണ്. വീട്ടിലെങ്ങുമില്ല. എല്ലാത്തിനെയും കൊണ്ടൊന്ന് ഷണ്ട് ചെയ്തിരിക്കുകയാണ്. നാട്ടിലെല്ലാം ജങ്ക്യാർഡുണ്ട്. ജങ്ക്യാർഡെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല? ഈ പഴയ വണ്ടി അടിച്ചുകൂട്ടി ഇരിക്കുന്ന സ്ഥലം. ഇപ്പൊ സാരമില്ല, ഇപ്പൊ അവിടെ കൊണ്ട് കൂട്ടിയിട്ടിട്ടേ ഉള്ളൂ. പണ്ട് കാലത്ത് ഇങ്ങനെയായിരുന്നു. ഈ വേസ്റ്റ് എല്ലാം കൂട്ടിയിടുകയുണ്ടായിരുന്നു ആളുകൾ. പിന്നെയാണ് പാട്ട വെറുക്കുന്ന ആളുകൾ വന്ന് ഈ വേസ്റ്റ് കൊണ്ടുപോകാൻ തുടങ്ങിയത്. പിന്നെയാണ് അവർ വന്ന് കൊണ്ടുപോകേണ്ട കാര്യത്തിന് നല്ല വിലയുണ്ടായി തുടങ്ങിയത്. ഇപ്പൊ പുതിയ സാധനം വാങ്ങിക്കുന്നതിനേക്കാൾ വില പഴയ സാധനത്തിന് കിട്ടും. മനസ്സിലായില്ല? ആ പഴയ കമ്പി ഇരുമ്പും ഒക്കെ വാങ്ങിച്ചപ്പോ 10 രൂപയാ കൊടുത്തതെങ്കിൽ ഇപ്പൊ അതിന് 22 രൂപ കിട്ടും. സ്ക്രാപ്പ് വില. പഴയ പോലല്ല. പണ്ടൊക്കെയാണെങ്കിൽ ഒന്ന് പെറുക്കൊണ്ട് പോയാൽ മതി. നീ ആ കിടക്കുന്നതെല്ലാം പെറുക്കൊണ്ട് പൊടിക്കണേ, ഇവിടെ ഇട്ടേക്കുന്നു, നിന്റെ പറമ്പിലെങ്ങാനും കൊണ്ടുവരും, ഇവിടെയാണ് ആകെപ്പെടെ സ്ഥലവുമില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന സ്ഥാനത്ത് അതൊന്നും ഇപ്പൊ പെറുക്കണ്ട. പെറുക്കാൻ ഞാൻ ആളെ നിർത്തിയിട്ടുണ്ട്. 10 രൂപ കിട്ടുന്ന ശരിയല്ല. ഇപ്പൊ ഇത് സ്ക്രാപ്പായിട്ട് കൊടുത്ത് ഒരു 50,000 രൂപയും കൊടുത്ത് അവിടെ ഏൽപ്പിക്കുകയാണ് ഇപ്പം ചങ്കിയാടിച്ച്. അടുത്ത തലമുറ വരുമ്പോ ഇതിന്റെ കിഡ്നീന്റെ വില 1.5 ലക്ഷം, ഇതിന്റെ കണ്ണിന്റെ വില 4.5 ലക്ഷം, ഇതിന്റെ ലിവറിന്റെ വില 10 ലക്ഷം. മനസ്സിലായില്ല? 2 കിഡ്നി 4 4 8, ഒരു ലിവറ് 10 8 18, 2 കണ്ണ്. പണ്ട് പാട്ടുണ്ടോ, പഴയ വിളക്കുണ്ടോ, പഴയ കിണ്ടിയുണ്ടോ എന്നൊക്കെ ചോദിച്ചു വന്നിരുന്നില്ലേ? ഇന്ന് പറഞ്ഞ പോലെ പഴയത് വല്ലതും ഉണ്ടോന്ന് ചോദിച്ചു വരുമ്പം പുരാവസ്തു ഒരു വല്യമ്മയുണ്ട്, വല്യപ്പനുണ്ട്, എന്തോ തരും. അപ്പം വരുന്നവൻ മിക്കവാറും സെൽഫ് ഫിനാൻസിംഗിന്ന് MBBS MDയും കഴിഞ്ഞവനായിരിക്കും ചാക്കും പാട്ടയായിട്ട് വരുന്നത്. ഇതിനെ കൊണ്ട് വിറ്റ് കാശ് വാങ്ങിക്കാം. മനസ്സിലായില്ല? കാലം വിദൂരമൊന്നുമല്ല. കാരണം ഇതെല്ലാം പഠിച്ചിങ്ങ് വന്നു കഴിഞ്ഞാൽ തൊഴിലുണ്ടേ. അപ്പൊ അവനൊരു ചെത്ത് സ്റ്റൈലിലൊരു വാനമൊക്കെ എടുത്ത് അതൊക്കെ വീടിന്റെ പടിക്കൽ കൂടെ വന്ന് പഴയ വല്യപ്പനുണ്ടോ വല്യമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിള്ളേർ ഇതിനെ അവർക്ക് മുമ്പിൽ തള്ളി കൊണ്ടുപോയാൻ കൊടുത്ത് 1 ലക്ഷം, 50,000, 20,000. ഇത് കണ്ണിന് കാഴ്ച ശരിയാവുമെന്ന് തോന്നില്ല, എങ്കിലും ഇരിക്കട്ടെ, പകരം വെച്ചു കൊടുക്കാനെങ്കിലും കൊള്ളാം. ഇങ്ങനെ പാർട്സിനൊക്കെ വില പറഞ്ഞ് ഓരോ പാർട്സിനും പഴയ വീടെടുക്കുമ്പോൾ കാണാൻ പാടില്ലേ, ഇത് തേക്ക് തടിയാണ്, ഇത് പ്ലാവാണ്, അങ്ങനല്ലേ? എല്ലാം കൂടെ ഏതാണ്ട് ഇത് കുറെ ചെതലെടുത്തതാ കേട്ടോ. ഇത് ശരിയാവില്ല. എന്നാലും ഓടിന് 1 രൂപ വെച്ച് കിട്ടുമായിരിക്കും. കുട്ടികളെയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പഴയ വീട് പൊളിച്ചുകൊണ്ട് പോകുന്നവൻ ചെയ്യുന്ന പോലെ അമ്പിരെ കൊണ്ടുപോകുന്നൊരു കാലമാണ്. ശാസ്ത്രം അതിന്റെ പുരോഗതിയിലേക്ക് പോകുമ്പോ പിന്നീട് സിംഗിൾ ഓണർ ഉള്ളതാണ് എന്നൊക്കെ ഈ കാറിന് പറയുന്ന പോലെ. മനസ്സിലായില്ലേ? സിംഗിൾ ഓണർ ഉള്ളതിന് വില, ഒന്നിൽ കൂടുതൽ ഓണർ ഉള്ളതിന് വില. ഇത് അടിച്ചു വിറ്റായി വഴി കിടന്നതാണ്, അതുകൊണ്ട് സ്പെയർ പാർട്ടൊക്കെ തേയ്മാനം ഉള്ളതാണ്, അതിനൊരു വില. ഇങ്ങനെ ഓരോന്നും നിശ്ചയിക്കുന്ന ഒരു കാലം വിദൂരമൊന്നുമല്ല. ഇതുവരെ ഭാവന ചെയ്തിട്ടില്ല. ആശ്രമത്തിൽ പോകാനും വയ്യില്ല. 3 ദിവസമേ ഉള്ളൂ. 3 ദിവസം ആശ്രമത്തിൽ നിങ്ങളെ സഹിക്കാൻ പറ്റുമോ? പിള്ളേർക്ക് സഹിക്കാൻ വയ്യാഞ്ഞിട്ടല്ലേ അവിടെ ഒട്ടിയിരുന്നു. അവിടെ ഇതിനേക്കാൾ കൂടിയാണ്. 1 ലക്ഷം. അതുകൊണ്ട് പാഴ്സിനൊക്കെ വില കിട്ടും. എല്ലിന് ഇത്ര, കാരണം അതിനകത്തുനിന്ന് എടുക്കുന്ന മജ്ജ, കാപ്സ്യൂളിന് വേണ്ടി ഇത്ര കിലോഗ്രാം മജ്ജ, അത് തൂക്കി നോക്കും. മജ്ജയൊക്കെ പറ്റിപ്പോയതാണെ കാശ് കുറയുവേ. മജ്ജയ്ക്ക് ഇത്ര, എല്ലിലെ ഫോസ്ഫറസ് വേർതിരിച്ചിത്ര. ഗംഭീരവരി ചരക്ക് ഗതാഗതം. അപ്പോഴാണ് ഓഫീസുകളൊക്കെ ഒരുമാതിരി ലാഭത്തിൽ ഓടാൻ പോകുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഇതൊക്കെ ഇന്ത്യക്ക് വെളിയിലേക്കാണ് കൊടുക്കുന്നത്, ഡോളറിലായിരിക്കും കൈമാറ്റം. അപ്പൊ ഇവിടുന്നുള്ളവന്റെ മജ്ജയൊക്കെ അവിടെ ഫിറ്റ് ചെയ്ത്, ഇവിടുന്നുള്ളവന്റെ ലിവറൊക്കെ അവിടെ ഫിറ്റ് ചെയ്ത്, ഇവനുള്ള കുതികാൽ വെട്ടും പരിപാടിയൊക്കെ അവനുള്ളവനും കൂടെ വരുമ്പോ മനസ്സിലായില്ലേ? ഗംഭീരം. ലോകം ആകെ മത്തന്മാരെയും പ്രമത്തന്മാരെയും കൊണ്ട് നിറയുന്ന
എന്നാലിപ്പം ന്യായം തോന്നുന്നു. അപ്പം സ്വകീയമായയാൽ, ഇപ്പൊ നമ്മൾ വെറുതെ ഒരു സ്വകീയമായയാൽ ഒരു സാധനം സൃഷ്ടിച്ചപ്പോ എങ്ങനെ ഇരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. സ്വകീയമായയാൽ സൃഷ്ടിച്ച് സമൃദ്ധം മറയ്ക്കപ്പെട്ട ആത്മസജ്ഞം, ബ്രഹ്മമെന്ന സജ്ഞയോടുകൂടിയ ആത്മാവിനെ ന ജാനാതി, അറിയുന്നില്ല. സ്വയം മായയാൽ സൃഷ്ടിച്ച് അതിൽ കയറിക്കൂടി ആത്മാവിനെ അറിയാത്തവരെ, അതുകൊണ്ട് പരേണ അന്യനാൽ നന്നായി അറിയിപ്പിക്കപ്പെട്ടവനായിട്ട് പരാത്മതത്വം, പരമാത്മസ്വരൂപത്തെ വേദാറിഞ്ഞു. ഇത് കേചിത് വദന്തി എന്ന് ചിലർ പറയുന്നു. ഇനി വേറെ ചിലരോ യതിസ്മ ജാനാതികുതോ വിലാപം സിതേ ഹൃദേനേന കൃതപരേണ ജാനാതിനൈവം യതികേന സേവ്യ സമോഹി സർവൈരവിജീവജാതൈഃ. യതിസ്മ ജാനാതികുതോ വിലാപ സിതേ ഹൃദേനേന കൃതപരേണ ജാനാതിനൈവം യതികേന സേവ്യ സമോഹി സർവൈരഭിജീവജാതൈഃ. വേറെ ചെല്ലോ യതിസ്മ ജാനാതി പരേണ അനേന സീതാകൃതേ കൃതവിലാപകൃത ഏവം ന ജാനാതി യതി കേന സേവ്യ സർവൈ ജീവജാതൈഃ സമഃ ഹി. അറിഞ്ഞിരുന്നുവെങ്കിൽ, ഇനി രാമൻ സ്വസ്വരൂപത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ പരേണ അനേന സീതാകൃതേ, ഈശ്വരനാൽ, ഇവനാൽ, രാമനാൽ സീത നിമിത്തം കൃതവിലാപ, വിലാപം ചെയ്യപ്പെട്ടവനെന്ത് കാരണം? ഇവൻ എന്തുകൊണ്ടാണ് വിലാപം ചെയ്യപ്പെട്ടത്? സീത നഷ്ടപ്പെട്ടപ്പോൾ ഇവൻ കരഞ്ഞു. ജ്ഞാനിയാണെങ്കിൽ അങ്ങനെ കരയുവോ എന്നാണ് ചിലർ ചോദിക്കുക. ഏവം നജാനാദി യതി, ഈ പ്രകാരം അറിയുന്നില്ലെങ്കിൽ കേന സേവിയ, എന്ത് കാരണത്താൽ സേവിക്കപ്പെടുവാൻ യോഗ്യനായി ഭവിക്കുന്നു? ഏത് കാരണം കൊണ്ടാണ് ഇവൻ സേവിക്കാൻ യോഗ്യൻ? അതും എനിക്കറിഞ്ഞാൽ കൊള്ളാം. അതുകൊണ്ട് സർവജീവജാതൈഹി, സകല ജീവസമൂഹങ്ങളോട് സമാഹി തുല്യനല്ലയോ? ഇവനും സാധാരണ മനുഷ്യൻ തന്നെ എന്നാണ് വേറെ ചിലരുടെ അഭിപ്രായം. ഓരോരുത്തരുടെ അഭിപ്രായവും കൂടെ പറയാം. അതിന് വിശദീകരിക്കാനൊന്നുമില്ല. കാരണം രാമൻ കരഞ്ഞു എന്നുള്ളതാണ്. ആരണ്യകാണ്ഡത്തിൽ വെച്ച് വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു എന്നൊക്കെ എഴുത്തച്ഛന്റെ രാമായണത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, മൂലം വായിച്ചിട്ടില്ലെങ്കിൽ. ഉണ്ടോ കണ്ടു, പത്മളാക്ഷിയെ എന്നൊക്കെ ചോദിച്ച് വിലപിച്ച് നടക്കുന്ന ഒരു രംഗമുണ്ട്. അത് മൂഢന്മാരെ പറ്റിക്കാൻ വിലപിക്കുന്നതാണെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല. മുമ്പ് പറഞ്ഞ ഈ പിള്ളേരെ കളിപ്പിക്കാൻ ആനയാകുന്ന പോലെ പിള്ളേരെ കളിപ്പിക്കാനാണ് ഈ അമ്മമാര് വലിയ വില ചെയ്യും. കൂട്ടാൻ കുറയുമ്പോൾ അമ്മമാരൊരു കാര്യം ചെയ്യും, ഒരു കൂട്ടാൻ തന്നെ എടുത്ത് കുറച്ച് ചോറിൽ കുഴച്ചും കുറച്ച് പപ്പടത്തിൽ കുഴച്ചും ഒക്കെ പലതായിട്ട് വിളമ്പും. കണ്ടിട്ടില്ല? പിന്നെ ഇത് അമ്മമാരെ പറ്റിക്കാൻ പിള്ളേർ വിളമ്പും. ചോറ് വിളമ്പുമ്പോ തന്നെ ചോറെടുത്ത് വെച്ചിട്ട് ഇത് തോരൻ, ഉപ്പേരി, ഇത് അവിയൽ, ഇത് ഇങ്ങനെ ഓരോന്നായിട്ട് നിരത്തി വെക്കും. എന്നിട്ട് ചോറും കുറച്ചൊന്നും ഈ ചോറും കുറച്ചു. അമ്മ ചോദിക്കുന്നത് എന്താടാ? ഉപ്പേരി. അമ്മ പറയുന്ന അതേ ശൈലി പറയും. അപ്പൊ അവൻ സ്വമായ ഒന്നും ചെയ്തില്ല. അതാണ് നിങ്ങൾക്ക് ഒരു പോയത്. ഈ സ്വമായ, തന്റെ മായ കൊണ്ട് തന്നെ താൻ തന്നെ സൃഷ്ടിച്ച് ആ മായയിൽ താൻ തന്നെ മുങ്ങുന്നതായി അന്യനെ കാണിച്ച് അന്യനെ പറ്റിക്കുക. വലിയ വലിയ ആളുകളൊക്കെ അങ്ങനെ ചില പണികളൊക്കെ ഇറക്കും. അവരുടെ പേരിൽ അവരുടെ പ്രഭാഷണം ഗംഭീരാന്ന് പറഞ്ഞ അമ്പല കമ്മിറ്റിക്ക് കത്തെഴുതും. പക്ഷെ അവരെല്ലാ പേരും അടിയിൽ എഴുതുന്നത് വേറെ ആളുടെ പേര് വെക്കും. എന്നിട്ട് കത്തെഴുതും. നിങ്ങൾ മാത്രം എന്താണ് ഈ മഹാനുഭാവനെ വിളിക്കാത്തത് എന്ന് ചോദിച്ച് കത്തെഴുതും. അദ്ദേഹത്തിന്റെ ദക്ഷിണ വളരെ കൂടുതലായതുകൊണ്ടാണോ വിളിക്കാത്തത്? അതിനൊത്ത് അദ്ദേഹം പറയുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ചോദിച്ചിട്ട് കത്തെഴുതും. സ്വമായ ഈ പണിയൊന്നും അറിയില്ലേ? ഈ ലോകത്ത് ഒരുപാട് പണിയുണ്ട്. നിങ്ങൾക്ക് ഒരു പണിയറിയില്ല. നിങ്ങളെങ്ങനെ പഠിപ്പിക്കും? ഞാൻ ഇരിക്കുന്നതിന്റെ പുറകിലൊരു ബോർഡ് എഴുതി പാരാവാര പാരംഗത പരിവ്രാജകാചാര്യ സ്വത്രിയ ബ്രഹ്മനിഷ്ഠ അനന്ത ശ്രീ വിഭൂഷിത് ഏകസറാട് ശ്രീ 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 എന്ന് വളരെ ഗംഭീരമായിട്ട് എഴുതി. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് പറയാൻ തുടങ്ങും. ഇത് ആദ്യം എഴുതി വെച്ചത് ഞാൻ തന്നെയാണ്. എന്നിട്ട് നിങ്ങളെ പറ്റിച്ചതിലും
ഞാൻ പറ്റിയതിൽ ഞാൻ തന്നെ ചിരിക്കുക. മനസ്സിലായില്ല? അതുകൊണ്ട് ചിലത് അങ്ങനെയാ പറയാം. അറിഞ്ഞിരുന്നുവെങ്കിൽ, ഇവൻ ഈശ്വരനായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടത് കരഞ്ഞ്? ഈശ്വരൻ കരയാവോ? ഈശ്വരൻ വിലപിക്കാവോ? അറിവുണ്ടെങ്കിൽ വിലപിക്കാവോ എന്നൊക്കെയാണ് ചിലർ ചോദിക്കുക. അതുകൊണ്ട് ഇവനും ജീവസമൂഹവും തുല്യമല്ലയോ? അത്രോത്തരം കിം വിദിതം ഭവദ്ഭി തദ്ബ്രൂതമേ സംശയഭേദി വാക്യം. അത്ര ഇതിൽ അത്രോത്തരം കിം വിദിതം ഭവദ്ഭി തദ്ബ്രൂതമേ സംശയഭേദി വാക്യം. അത്ര ഇതിൽ കിം ഉത്തരം, എന്തൊരു സമാധാനം. ഭവദ്ഭി വിദിതം, നിന്തിരുവടിയാൽ അറിയപ്പെട്ടിരിക്കുന്നുവോ. മേ സംശയഭേദി, എന്റെ സംശയത്തെ തീർക്കുന്നതായ തദ്വാക്യം ബ്രൂത, ആ വാക്യത്തെ അരുളി ചെയ്യണം. ഇതും എന്റെ സംശയമാണ്. അപ്പൊ എനിക്ക് ലോകതത്വം എന്റെ സംശയമാണ്, രാമൻ എന്റെ സംശയമാണ്, രാമതത്വം എന്റെ സംശയമാണ്. രാമനെ കുറിച്ചുള്ള ഏവം വിധങ്ങളായ അഭിപ്രായങ്ങളെല്ലാം കേട്ട് ഞാൻ സംശയാലുവാണ്. ഇത് അവിടുന്ന് എനിക്ക് തീർത്തു തരണം. ഇനി പാർവതി ചോദ്യമൊക്കെ ചോദിച്ചു, സ്വസ്ഥമായി. പഴയ രീതി ഗംഭീരമാണ്. ആദ്യം കൈലാസാചലെ സംവിഷ്ടം ജ്ഞാനനിഷ്ഠം ശതകോടി സൂര്യ പ്രകാശത്തോടുകൂടിയ ആ മന്ദിരത്തില് ഇരിക്കുന്ന പരമേശ്വരന്റെ അടുക്കലേക്ക് പാർവതി എത്തുന്നു. പാർവതി അദ്ദേഹത്തിന്റെ വാമാംഗസ്ഥിതയായ പാർവതി ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം എല്ലാം കഴിഞ്ഞു. ആ ചോദ്യം നമ്മളിപ്പോ കണ്ടത്. ഇനി ധന്യാസി ഭക്തസി പരാത്മനത്വം യജ്ഞാതുമിച്ഛാതപരാമതത്വം പുരാണകന്യാപ്യതി അഭിചോദിതോഹം വക്തും രഹസ്യം പരമം നിഗൂഢം. ധന്യാസി ഭക്താസി പരാത്മനത്വം യജ്ഞാതുമിച്ഛാ തപരാമതത്വം പുരാണകേനാപ്യഭിചോദിതോഹം വക്തും രഹസ്യം പരമം നിഗൂഢം. വളരെ ഭംഗിയായിട്ട് അവസാനിപ്പിക്കുകയാണ്. യത് പരാത്മനഃ ജ്ഞാതും തവ ഇച്ഛ തത് ത്വം ധന്യാ അസി ഭക്താസി പുരാ നിഗൂഢം രഹസ്യം താം രാമതത്വം വക്തും അഹം ന അഭിചോദിത. എന്നോട് ഇതുവരെ ആരും രാമതത്വം ഇങ്ങനെ ചോദിച്ചിട്ടില്ല. ആദ്യമായി ചോദിക്കുന്നത് നീ ധന്യയാണ്, നീ ഭക്തയുമാണ്. യാതൊന്ന് ഹേതുവായിട്ട് എന്തുകൊണ്ടും ആവട്ടെ, പരാത്മന പരമാത്മാവിന്റെ സ്വരൂപത്തെ, രാമസ്വരൂപത്തെ അറിയാനായിക്കൊണ്ട് തവ ഇച്ഛ, നിനക്കുച്ഛയുണ്ടായോ, നിങ്ങളുടെ ആഗ്രഹം നിനക്ക് ജനിച്ചോ? ഒരുപാട് ജന്തുക്കളുണ്ട്, അവയ്ക്ക് ആഹാരത്തിന് ഇച്ഛയുണ്ടാവും, അതെനിക്ക് മനസ്സിലാവും. നീഹാരത്തിന് ഇച്ഛയുണ്ടാവും, മൈഥുനത്തിന് ഇച്ഛയുണ്ടാവും, നിദ്രയ്ക്ക് ഇച്ഛയുണ്ടാവും. ഇതിനു വേണ്ടിയുള്ള കുഴാമറിച്ചിലുകളായി ലോകം. ജീവിതം മുഴുവൻ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ജീവികൾ ഇത്രയൊന്നും പ്രയത്നിക്കാതെ സുഖമായി കഴിയുന്നുണ്ട്. നല്ല ചാപ്പാടഴിച്ച് നല്ല സദ്യ കൊണ്ട് കഴിയുന്നുണ്ട്. മനുഷ്യൻ കിടന്ന് പരാക്രമം കാണിക്കുന്ന പോലൊന്നും അവ കാണിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ ആഹാരത്തിന് പണിയെടുക്കേണ്ടതില്ല എന്ന് പ്രപഞ്ചം പേർത്തും പേർത്തും കണ്ണും കാതുമുള്ളവനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും ആഹാരത്തിനായിക്കൊണ്ട് പരക്കം പായും. വിശക്കുന്നു, എന്തെങ്കിലും ആ തീയിലേക്ക് ഇട്ടുകൊടുക്കണമെന്നാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ആഹാരമേ ഉള്ളൂ, ആഹാരമല്ലാതെ ഒന്നുമില്ല. വിലപിടിപ്പുള്ളത് മറ്റുള്ളവൻ എടുത്തു കളയുന്നത് മതി ലക്ഷക്കണക്കിന് ആളുകൾക്ക് കഴിക്കാൻ. ശ്രദ്ധിച്ചു നോക്കുക. അതുകൊണ്ട് ആഹാരം എന്നത് പ്രയത്നസാധ്യമായ ഒന്നല്ല. നന്നായി ആഹാരം കഴിക്കാൻ പ്രയത്നിച്ചിട്ടാണ് പലരും, ചിലര് അങ്ങോട്ട് ഇറങ്ങുകയില്ലാത്തവർ, ചിലര് പ്രമേഹം വന്ന് കഴിക്കാൻ വയ്യാത്തവർ, ചിലര് എല്ലാം ഉണ്ട്, കഴിക്കാനും ഉണ്ട്, ഒരു കുഴപ്പമില്ല, കഴിക്കാത്ത കുറവേ ഉള്ളൂ, അങ്ങോട്ട് കഴിച്ചാൽ മതി. പക്ഷെ ചുറ്റുപാടുകൾ കഴിപ്പിക്കില്ല.
എത്ര തരക്കാരാണെന്ന് നോക്കുക. നേരാമ്പണ്ണം ഒന്ന് കഴിച്ചിട്ട് മരിച്ചാൽ മതിയായിരുന്നു. ആഗ്രഹം പോലൊന്ന് കഴിക്കാൻ. ചിലർ ആഗ്രഹമൊന്നും പ്രകടിപ്പിക്കണ്ട. ലോകത്ത് എവിടെ ചെന്നാലും അവർക്ക് അവരിഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണല്ലോ. അതാണ് ചില ഭിക്ഷക്കാര് ഭിക്ഷയ്ക്ക് പോകും. അവനെ കാണുമ്പോഴേ വിളിച്ച് സൗമനസ്യത്തോടെ ഇരുത്തി, അവിടെ ഇരിക്കേണ്ടത് ഇങ്ങോട്ട് കയറിയിരുന്നോളാം, അവിടെ വെളിയിൽ നിൽക്ക്, ഉണ്ടായിക്കൊണ്ട തരാം. രണ്ടുതരം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? രണ്ടുതരം. അവനൊന്നും പ്രയത്നിച്ചിട്ടില്ല. ഈ ലോക ആഹാരം എന്ന് പറയുന്നത് വലിയ കാര്യമല്ല, നീഹാരവും വലിയ കാര്യമല്ല. അപ്പൊ ആഹാരം, നീഹാരം, മൈഥുനം, ഈ ജീവജാലങ്ങളെയൊക്കെ നോക്കിയാൽ കാണാം. അവയ്ക്ക് ഈ വ്യവസ്ഥകളൊന്നുമില്ല, കുടുംബ സംവിധാനങ്ങളില്ല, കുടുംബക്ഷേമ പദ്ധതികളില്ല, ശരിയല്ല, ഫാമിലി പ്ലാനിങ് ഇല്ല, പോസിറ്റീവ് റെമഡികളുടെ കമ്പനികളും ഇല്ല. പക്ഷെ അവ വളരെ സുഖമായി ജീവിക്കുന്നുണ്ട് ഈ പ്രപഞ്ചം. അപ്പൊ ആഹാരം, നീഹാരം, മൈഥുനം, നിദ്ര, അവ ഉറങ്ങുന്നുണ്ട്. നമുക്കൊന്ന് ഉറങ്ങണമെങ്കിൽ എന്ത് പാടാണ്. എന്തെല്ലാം ഉണ്ടെങ്കിലോ ഒന്ന് ഉറങ്ങുന്നേ. 3 കൊല്ലമായിട്ട് നനയ്ക്കാത്ത തുണി, പാറുന്ന മഴ, കടത്തിന്മേൽ ആരെങ്കിലും കിടന്നേക്കുമോ എന്ന് വിചാരിച്ച് മുതലാളി വെള്ളമൊഴിച്ചേച്ച് പോയ സ്ഥലം, അത് കാലുകൊണ്ട് തട്ടി തൂത്തിട്ട് അതിന്റെ പൊക്കത്തിലേക്ക് കിടന്നു. ആ നാറുന്ന തുണിയും പൊതിച്ച് ഒറ്റോ രാവിലെ 8 മണി ഒന്നും അറിയില്ല. ഇതോ തിരുനെല്ലി ഒന്ന് മുറിയൊക്കെ കിട്ടി. ഷീറ്റ് നനച്ചോ എന്നൊരു സംശയം. നനച്ചില്ലെന്ന് പറഞ്ഞ അവിടെ ചെന്നൊരു തർക്കം. നനച്ചില്ലെങ്കിൽ സ്വന്തം ഷീറ്റ് വിരിച്ച് കിടന്നോ എന്നൊരു മറുപടി. പിന്നെ അതിന്റെ പൊക്കത്തിലേക്ക് തന്റെ ഷീറ്റും കൂടെ ഒന്ന് വിരിച്ചിട്ടൊരു കിടപ്പ്. ശരിയല്ല. ഇങ്ങനെയൊക്കെ കിടന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് കിടന്നു. കുറെ നേരം വരുന്നില്ല ഉറക്കം. വലത്തോട്ട് തിരിഞ്ഞ് കിടന്നു, ഉറങ്ങുന്നില്ല. ഒടുവിൽ എഴുന്നേറ്റ് കുറെ നേരം ഇരുന്നു, ഉറങ്ങുന്നില്ല. ഒടുവിൽ 2 എണ്ണം വിഴുങ്ങി, ഉറങ്ങുകയാണെന്ന് പറഞ്ഞ് കിടന്നു. എന്തെല്ലാം പണി! ഇതെല്ലാം കഴിഞ്ഞിട്ടും സ്വസ്ഥതയുണ്ടോ? ചോദ്യം മനസ്സിലായില്ല. ഇതെല്ലാം ഈ മായാജാലങ്ങളെല്ലാം ചെയ്തിട്ടും അവസാനം എന്തായി? ഇതാലോചിക്കുമ്പോഴാണ് ആഹാരം, നീഹാരം, മൈഥുനം, നിദ്ര ഇവയൊന്നും പ്രയത്നം കൂടാതെ ജീവജാലങ്ങൾ നേടുമ്പോൾ മാനവൻ ഇന്നോളം നടത്തിയ പരീക്ഷണങ്ങളും ഇന്നോളം നടത്തിയ ഗവേഷണങ്ങളും ഉദരത്തെയും ഉൽപാദനേന്ദ്രിയത്തെയും ചുറ്റിപ്പറ്റി ഉത്തമാംഗങ്ങളാക്കി നടത്തിയ ഗവേഷണങ്ങളും തുച്ഛങ്ങളുമായിരുന്നു എന്ന് ആർക്കാണ് അറിയാത്തത്? ആക്ഷേപം അല്പം കൂടുതലായി പോയി എന്ന് തോന്നുന്നു. ശരിയല്ല? ആരും ഇത്രയുള്ളൂ. മറ്റു ജീവജാലങ്ങൾക്ക് എത്രയോ സന്തുഷ്ടിയോടുകൂടി, എത്രയോ ആനന്ദത്തോടുകൂടി ഇവയൊക്കെ അനുഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെയാണ് ആളുകൾ ചോദിക്കുക. വിവാഹത്തിന് പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ ചെറുക്കന്റെ വീട്ടിലേക്ക് എങ്ങനെയുണ്ടെന്നറിയാൻ പെണ്ണിന്റെ ആൾക്കാരും ചെല്ലുമ്പോൾ അന്വേഷിക്കുന്നത് വയലെത്രയുണ്ട്, എത്ര തേങ്ങയുണ്ട്, എത്ര ഷീറ്റ് കിട്ടും, എന്ത് വരായികയുണ്ട്, ബന്ധുക്കൾക്കൊക്കെ ജോലി എന്താണ്, വീട്ടിലൊരു മന്ത്രിയെങ്കിലും ഉണ്ടോ, ഇതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുക. ഇങ്ങനെ അന്വേഷണമൊക്കെ കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞു വന്നാൽ വീട്ടിലെ പെട്ടിയുടെ താക്കോലൊക്കെ ആരാ സൂക്ഷിക്കുന്നത്? അമ്മായിയമ്മയാണോ, നാത്തൂനാണോ? അവളെ എങ്ങനെയാണ് അടിച്ച് പുറത്താക്കി താക്കോല് കയ്യിലാക്കേണ്ടത്? അതിനെന്തൊക്കെ നുണയാണ് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? എങ്ങനെയാണ് ഇയാളെ വശത്താക്കേണ്ടത്? ഇതിലൊക്കെയാണ് ഗവേഷണം ചെയ്യുന്നത്. ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇതൊന്നും ആനന്ദം തരുന്നതുമല്ല. എന്നാൽ നീ ഈ ചോദ്യമൊന്നും അല്ല ചോദിച്ചത്. നീ ചോദിച്ച ചോദ്യം യാതൊന്ന് ഹേതുവായിട്ട് പരമാത്മാവിന്റെ സ്വരൂപത്തെ അറിയാനായിക്കൊണ്ട് നിനക്ക് ഇച്ഛയുണ്ടായോ, അത് ഹേതുവായിട്ട് നീ ധന്യയാകുന്നു. നീ വളരെ ഉത്തമമായൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. ഭക്താസി, നീ ഭക്തയാകുന്നു. നിനക്ക് വേറൊന്നും അറിയണമെന്ന് ചോദിച്ചില്ലല്ലോ. പുരാ, ഇതിനു മുൻപ് നിഗൂഢം, നേരത്തെ പാർവതി അങ്ങോട്ട് പറഞ്ഞതാണ്, അത്യന്ത ഗോപ്യം. യദത്യന്ത ഗോപ്യം, അത്യന്തം ഗോപ്യമായ, അത് തന്നെ പറയാ, ആ നിഗൂഢമായ രഹസ്യമായി വിരിക്കുന്ന രാമതത്വത്തെ പറവാനായിക്കൊണ്ട് വക്തും അഹം, ഞാൻ ന അഭിചോദിത,
ആഭിമുഖ്യേന ചോദിക്കപ്പെട്ടിട്ടില്ല. ആരും ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് നീ ധന്യയാണ്. ത്വയാദ്യ ഭക്ത്യാ പരിനോദിതോഹം വക്ഷ്യേ നമസ്കൃത്യ രഘുത്തമം തേ രാമപരാത്മാ പ്രകൃതേരനാദി ആനന്ദയേക പുരുഷോത്തമോ ഹി. ത്വയാദ്യ ഭക്ത്യാ പരിനോദിതോഹം വക്ഷ്യേ നമസ്കൃത്യ രഘുത്തമം തേ രാമപരാത്മാ പ്രകൃതേരനാദി ആനന്ദ ഏക പുരുഷോത്തമോ ഹി. അവിടെയൊക്കെ നിങ്ങളുടെ പുസ്തകത്തില് ചില്ലറ പരിമിതികളുണ്ട്. പുരുഷോത്തമൻ എന്നുള്ളത് വിഷ്ണു വിഷ്ണു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നേരത്തെയും അത് വന്നിടത്തുണ്ട്. മുമ്പൊരു ശ്ലോകത്തില് നമ്മൾ നേരത്തെ എഴുതിയൊരു ശ്ലോകത്തിലും പുരുഷോത്തമ ശബ്ദം വന്നപ്പോൾ രാമൻ വിഷ്ണു ആണെന്ന് പറഞ്ഞ് എഴുത്ത് എഴുതിയിട്ടുണ്ട്. 7-ാം ശ്ലോകത്തിൽ അവിടെയുണ്ട് വിഷ്ണു. ഏകനും പുരുഷോത്തമൻ എന്നുള്ളത് വിഷ്ണു എന്നൊരു പദമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സാക്ഷാൽ മഹാവിഷ്ണുവാണ് എന്നൊരു പദമുണ്ട്. അതായത് നമ്മുടെ സങ്കല്പത്തില് നമ്മളിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ഒരു ദ്വൈതമായ ഈശ്വര സങ്കല്പത്തെയാണ് ഉണ്ടാക്കുന്നത്. പുരുഷോത്തമൻ എന്ന പദം ആത്മതത്വത്തെ പ്രതിയുള്ളതാണ്. അതാ ഇവിടെ യോജിക്കുന്നതും. അവിടെ ഹി സർവശാസ്ത്ര പ്രസിദ്ധി ദ്യോതക ശബ്ദമാണ്. ഹി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് എല്ലാ ശാസ്ത്രങ്ങളും എല്ലാ ഉപനിഷത്തുകളും പറയുന്നു എന്ന അർത്ഥത്തിലാണ്. ഇപ്പോൾ ത്വയാ നിന്നാൽ ഭക്തിയാ ഭക്തിയോടുകൂടി പരിനോദിത അഹം വേണ്ടും വിധം ചോദിക്കപ്പെട്ട പ്രേരിപ്പിക്കപ്പെട്ട ഞാൻ. എന്നെ നീ പ്രേരിപ്പിച്ചു. നിന്റെ പ്രേരണയാലാണ് ഞാൻ ഉത്തരം പറയാൻ പോകുന്നത്. ആ നിന്നാൽ പ്രേരിപ്പിക്കപ്പെട്ട ഞാൻ രഘുത്തമം രഘുനാഥനെ നമസ്കരിച്ചിട്ട്, ആ ബ്രഹ്മത്തെ ആ അറിവിനെ നമസ്കരിച്ചിട്ട് തേ നിനക്കായിക്കൊണ്ട് വക്ഷി പറയാം. രാമ രാമൻ പരാത്മാ പരമാത്മാവും പ്രകൃതേ അനാദി പ്രകൃതിയിൽ നിന്ന് വേറിട്ടവനും ഏകഹ ആനന്ദ ഏകമായ ആനന്ദവും ഒരേ ഒരു ആനന്ദവും പുരുഷോത്തമ ജീവന്മാരിൽ വെച്ച് ഉത്കൃഷ്ടനും എന്നൊരർത്ഥമുണ്ട്. അതിനേക്കാളൊക്കെ യോജിക്കുന്ന അർത്ഥം ബ്രഹ്മവും ബ്രഹ്മം തന്നെയും ആകുന്നു എന്നത് സർവശാസ്ത്രങ്ങളാലും സമ്മതിച്ചിട്ടുള്ളതാണ്. ഹി സർവശാസ്ത്ര പ്രസിദ്ധിയാണ് എന്ന് പ്രസിദ്ധമാണ്. സ്വമായയാ കൃഷ്ണമിതം ഹി സൃഷ്ട്വ. അവിടെ പിന്നെ കൂടുതലൊന്നുമില്ല. രാമനെ ഒന്ന് നേരത്തെ നമ്മൾ കണ്ടതുപോലെ അവതരിപ്പിക്കുന്നു. സ്വമായയാ കൃഷ്ണമിതം ഹി സൃഷ്ട്വ നഭോവദന്തർബഹിരസ്തിതോയ സർവന്തരസ്തോപി നിഗൂഢയാത്മ സ്വമായയാ സൃഷ്ടമിതം വിചഷ്ടേ. സ്വമായയാ കൃഷ്ണമിതം സൃഷ്ട്വാ നഭോവത് അന്തഃ ബഹിഃ സ്ഥിതഃ സർവന്തരസ്ഥ ആത്മാ. തന്റെ മായാശക്തി കൊണ്ട് താൻ തന്നെ സൃഷ്ടിച്ച അജ്ഞാനം കൊണ്ട് സമസ്തമായ ഇതിനെ സൃഷ്ടിച്ചിട്ട്, മായയെ കൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ട് ആകാശം പോലെ ഉള്ളിലും പുറത്തും സ്ഥിതനായ യാതൊരുവൻ സർവഭൂതങ്ങളുടെ അന്തർഭാഗത്തിരിക്കുന്നു, ആത്മാവാകുന്നു എങ്കിലും നിഗൂഢ അറിയപ്പെടുവാൻ കഴിയാത്ത വിധം ഏറ്റവും മറയപ്പെട്ടിരിക്കുന്നു. സ്വമായയാ സൃഷ്ടമിതം വിചഷ്ടേ. തന്റെ മായയാൽ സൃഷ്ടിക്കപ്പെട്ട ഇതിനെ കാണുന്നു. ഇതാണ് രാമതത്വം. സിമ്പിളായിട്ട് രാമതത്വം ആദ്യം പറഞ്ഞു. ഇനി ഇതിന്റെ വ്യാഖ്യാനമാണ് രാമകഥയായിട്ട് പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചു നോക്കിയാൽ കാര്യം എളുപ്പം മനസ്സിലാവും. തന്റെ മായ കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിനുള്ളിലും പുറത്തുമായി പ്രവിഷ്ടനായിരിക്കുന്നവനാണ് രാമൻ. ആ ബോധമാണ് രാമൻ, അല്ലാതെ വേറൊരാളല്ല. ഈ ജഗത്തിൽ എന്തെല്ലാം ഉണ്ടോ ചരവും അചരവുമായി, ജഡവും അജഡവുമായി, ജഡാജഡങ്ങളായി എന്തെല്ലാം ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നുവോ അതെല്ലാം അജ്ഞാനം കൊണ്ട് സൃഷ്ടിച്ചിട്ട് മായയാ. എങ്ങനെയാ മായ കൊണ്ട് സൃഷ്ടിക്കുന്നത്? മായ രണ്ട്. ഒന്ന് ആവരണം, രണ്ട് വിക്ഷേപം. എന്താണ് ഈ ആവരണം, എന്താണ് വിക്ഷേപം? കേൾക്കാനൊക്കെ ഇത് സുഖമുള്ളതാണ്, കാണാതെ പഠിക്കാനും പറ്റും. ശാസ്ത്ര പുസ്തകങ്ങളൊക്കെ പഠിക്കുന്ന പോലെ a+b the whole square is equal to a square plus 2ab plus b square. a+b the whole square is equal to a square plus 2ab plus b square എന്ന് പഠിച്ച് അവസാനം രണ്ടൊന്ന് പ്രോബ്ലം ചെയ്യാം.
അങ്ങനെ പഠിച്ചാലൊരു പ്രയോജനമില്ല, ഇതിന്റെ അനുഭവം ഉണ്ടാവില്ല. ഇനി ഇത് പഠിക്കാൻ ഞങ്ങൾ കുറെ ഉദാഹരണം പറയും. കയറിൽ പാമ്പിനെ കണ്ടു. ഒരിക്കലും നടക്കുകയില്ലാത്ത പരിപാടിയാണ്. കയറാണെന്ന് അറിഞ്ഞാൽ പിന്നെ പാമ്പില്ല. പിന്നെ എങ്ങനെയാ കയറിൽ പാമ്പിനെ കാണും? ഒന്നീ പാമ്പിനെ കാണും, അല്ല കയറിനെ കാണും. കയറും പാമ്പും കൂടെ ഒരുമിച്ച് കാണുക എന്നുള്ള പ്രക്രിയ ഒരിക്കലും നടപ്പുള്ളതല്ല. മനസ്സിലായില്ല? ഇതൊക്കെ കാണാൻ പഠിക്കും. രജ്ജു സർപ്പ ന്യായം എന്നൊക്കെ പറയും, എളുപ്പമാണ് പറയാൻ. കാര്യം ചോദ്യം ചോദിക്കല, ചോദിച്ചാൽ പിന്നെ ഞങ്ങൾ ഒച്ച വെച്ചിരുത്തും. കാരണം ഞങ്ങളുടെ കയ്യിൽ മൈക്ക് തന്നിട്ടുണ്ട്. രാവിലെ അതില്ലാത്തതിന്റെ കുറവുണ്ടെന്ന് സംഘാടകർ പോകും. അപ്പൊ ഇത് തന്നതിനാന്ന് വെച്ചാൽ നിങ്ങളെ ഇരുത്താനാണ്. രണ്ടുപേരും രണ്ടുകൂട്ടരും തുല്യമായിട്ടിരുന്ന അതാണ് രജിസ്റ്റർ വളരെ കഷ്ടപ്പെട്ട് കട്ടിലൊക്കെ കൊണ്ട് നമ്മൾ ഒരുപോലെ ഇരുന്നാൽ ശരിയല്ലെന്നുള്ളതാണ്. കാരണം ഈ സിഇഒമാർക്കറിയാം ഇതിന്റെ ഈ ജിംനാസ്റ്റിക്സ്. കാരണം ഇന്ന് ജിമ്മിന്റെ കാലമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊരു കളിയുണ്ട്. രജ്ജു സർപ്പം. രജ്ജുവും സർപ്പവും ഒരുമിച്ചിരിക്കില്ല. ഒന്നുകിൽ രജ്ജു ബോധം, ഇല്ലെങ്കിൽ സർപ്പബോധം. രണ്ടും കൂടി ഇല്ല. അപ്പൊ ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? ഒരാൾ നടന്നു പോകുന്നു. നടന്നു പോകുമ്പോ അയാൾ പാമ്പിനെ കാണുന്നു. അയാൾ ആകെ അവിടെ കിടക്കുന്ന സാധനത്തിലേക്കൊന്നും നോക്കി കണ്ണ് അതിലുടക്കിയപ്പോൾ തന്നെ അയാളുടെ ബോധത്തിലൂടെ നേരത്തെ പറഞ്ഞ ഇതം കടന്നുപോയി. അതിന് പറഞ്ഞ പേര് ഇതം വൃത്തി. ഇതെന്ത്? അയ്യോ പാമ്പ്. അയാൾ പാമ്പിനെ മാത്രമേ കണ്ടുള്ളൂ, വേറെ ഒന്നും കണ്ടില്ല. അയ്യോ പാമ്പ് എന്ന് പറയുകയും അയാളുടെ തലച്ചോറിലൂടെ പെട്ടെന്ന് പാമ്പ് ബോധത്തിലായി. മനസ്സ് പാമ്പിന്റെ ആകാരം പൂണ്ടു. പാമ്പിന്റെ വിവരം തലച്ചോറിലെത്തിയതും പാമ്പ് കടിച്ച് മരിച്ച തന്റെ അപ്പൂപ്പന്റെ ഓർമ്മയും വന്നു. പാമ്പ് കടിക്കാതെ തന്നെ അയാൾ ബോധം കെട്ട് അതിന്റെ പൊക്കത്തിലേക്ക് തന്നെ വീഴുകയും ചെയ്തു. ഇതം വൃത്തി അഹംവൃത്തിയിലെത്തിയപ്പോൾ ഇപ്പോൾ പാമ്പിന്റെ പുറത്താണ് വീണ് കിടക്കുന്നത്. കുറച്ചു നേരം കിടന്നു കാണും. ആരും നാട്ടുകാരും അറിഞ്ഞിട്ടില്ല. ഇയാൾ ഒറ്റയ്ക്ക് പോയ വഴിയിലാണ്, വഴിയിൽ തന്നെ വീണ് കിടക്കുകയാണ്. 15 മിനിറ്റ് കിടന്നു കാണും. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് മൂർച്ച മാറി, നല്ല ബോധമൊക്കെ വീണു. ബോധം വീണത് കണ്ട് മഴ ചാറിയപ്പോഴോ മറ്റോ 2 തുള്ളി വെള്ളം കണ്ണിലോ മറ്റോ വീണപ്പോ ഇയാള് പെട്ടെന്ന് കണ്ണൊക്കെ തിരുമ്മി ഒന്ന് എഴുന്നേറ്റു. ആകെ എഴുന്നേറ്റ് ചുറ്റുപാടുമൊക്കെ നോക്കിയപ്പോൾ വീണ്ടും ഇത് തന്നെ കാണുകയും പാമ്പെന്ന് ഓർക്കുകയും ചെയ്താൽ നിശ്ചയമായിട്ട് വീണ്ടും പോകാൻ പ്രക്രിയ ഇത് തന്നെയാണ്. അതിന് പകരം ഇയാള് ഈ പാമ്പെന്ന് പറഞ്ഞതിനെ ഇങ്ങനെ കൈകൊണ്ട് വാരിപ്പിടിച്ചുകൊണ്ട് മെല്ലെ ചുറ്റുപാടും നോക്കി എഴുന്നേൽക്കുമ്പോ ആകെ ഒരു അവബോധം. ഇവിടെ ഞാൻ എങ്ങനെ വന്നു, എങ്ങനെ ഞാൻ ഇവിടെ വീണു, ഞാനാകെ ഇതിലെ അല്ലല്ലോ വന്നത്, ഞാൻ ഇന്നത് മേടിച്ചുകൊണ്ട് പോവുകയായിരുന്നല്ലോ, എന്റെ കയ്യില് മക്കൾക്ക് മേടിച്ച് ഉഴുന്നുവട ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഓർത്തപ്പോഴേക്കും ഒരുമാതിരി കണ്ണ് തിരുമ്മി ബോധമൊക്കെ വീണു. പരിസരബോധമൊക്കെ വന്ന് ആ ഉഴുന്നുവടയോട് ചേർത്ത് കാര്യങ്ങളെ നോക്കിയപ്പോൾ കയ്യിലെ തണുപ്പുള്ള വസ്തു പതുക്കെ നോക്കുന്ന സമയത്ത് ഏതോ പിള്ളേരുടെ സൈക്കിളിന്റെ ട്യൂബ് മുറിഞ്ഞവിടെ കിടക്കുന്നതാണ്. അതും പൊക്കിപ്പിടി. ഇപ്പൊ ഓർമ്മ വന്നു, ഇവനാണ് പാമ്പായതും എന്നെ വീഴിച്ചത്. ഇപ്പൊ പാമ്പില്ല, ഇപ്പൊ ടയറേ ഉള്ളൂ. ഇപ്പോ ആ ട്യൂബേ ഉള്ളൂ, മുമ്പേ പാമ്പേ ഉള്ളൂ. പാമ്പും ട്യൂബും ഒന്നിച്ചിരിക്കുന്നില്ല. പഴയ കാര്യത്തിലെ പാമ്പ് ഇപ്പോഴത്തെ ട്യൂബാണ്. അപ്പൊ മെല്ലെ ഊരിപ്പിടിച്ചൊക്കെ എഴുന്നേറ്റ് വന്ന് അപ്പൊ ഒരു ചിരിയും വന്നു. ഇതിന് വീട്ടിൽ ചെന്നിട്ട് വേറൊരുത്തൻ വീണതാക്കി പറഞ്ഞ് ചിരിക്കാം, അതിന് വഴിയേ. അപ്പോൾ ഇവൻ പതുക്കെ എഴുന്നേറ്റ് കഴിയുമ്പോ ഒന്ന് ആലോചിച്ചാൽ ഇതം വൃത്തിയിൽ നിന്ന് അഹംവൃത്തിയിലേക്ക് എത്തുമ്പോൾ ഈ ടയറിനെ, ഈ ട്യൂബിനെ തന്റെ ഒരു അജ്ഞാനം വന്നു മറച്ചു. മറയ്ക്കുന്ന അറിവില്ലായ്മയെ ആവരണം എന്ന് വിളിക്കും. അത് തന്റെ താമസ പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. തമസ് ഗുണത്തില് തമസ് ഉണ്ടാക്കുന്നതാണ്. സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളുണ്ട്. ആ ഗുണസന്നികർഷജ്ഞാനത്തിലെ തമസ് ട്യൂബിനെ അങ്ങ് മറച്ചു. ഉത്തരക്ഷണത്തിൽ രജസ് സൃഷ്ടിക്കുന്നതാണ്. പാമ്പിനെ സൃഷ്ടിച്ചു. അകത്ത് അപ്പൂപ്പനെ പാമ്പ് കടിക്കുന്നതും ആ പാമ്പും അത് കൊത്തുന്നതും അപ്പൂപ്പൻ
എന്നെ എടുത്തോണ്ട് പോകുന്നതും ആശുപത്രി കടന്ന് മരിക്കുന്നതും എല്ലാം ഓർമ്മയിൽ സൃഷ്ടിച്ചു. രണ്ടും സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ സത്വ ഗുണം കയറി വന്ന് ആ അപ്പൂപ്പനെ കടിച്ച പാമ്പായി ഈ പാമ്പ് മാറി. മോഹാലസ്യം. അപ്പൊ ആദ്യം ആവരണം, സത്യത്തെ മറയ്ക്കൽ. രണ്ടാമത് പുതുതിനെ ഉണ്ടാക്കൽ. മൂന്നാമത് അതുമായി താതാത്മ്യപ്പെടുത്തൽ ബോധത്തെ. ഇതൊരു ക്ഷണനേരം കൊണ്ട് നടക്കും. ഗുണാതീതമായില്ലെങ്കിൽ ഈ പണി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനോട് പ്രിയം കൂടുന്നത്. അതുകൊണ്ടാണ് ഈ സത്വം വന്നങ്ങോട്ട് യോജിപ്പിക്കുമ്പോഴാണ് ആദ്യം രാവിലെ 8 മണിക്ക് കുളിയും കഴിഞ്ഞ് എന്റെ ഭർത്താവ് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള വസ്ത്രം അണിഞ്ഞു പോകണം എന്ന് തമസിലെ അജ്ഞാനം വന്ന് പറഞ്ഞു. അപ്പോഴാണ് കൊശവൻ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ മോശമായൊരു വസ്ത്രം എടുത്തുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ ബട്ടൺസില്ല, കോളറിന്റെ പുറകുഭാഗം കീറിയത്, ഇതൊക്കെ പൊറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായി? രജസ് അവിടെ സൃഷ്ടിച്ചു, ഇന്നത് ഇടണം ഇയാൾ. അപ്പൊ ദേഷ്യായി, അയാളാൽ ഞാൻ ദുഃഖിയായി, ഞാനങ്ങ് വരുന്നില്ല, പൊക്കോ തന്നെ താൻ പോകും. മനുഷ്യനായ കുറെയെങ്കിലുമൊക്കെ മര്യാദ വേണം. ഈ വാക്കെല്ലാം വരുന്നത് അയാളോട് ഞാൻ താതാത്മ്യം പ്രാപിക്കുന്ന സാത്വിക ബുദ്ധിയിലാണ്. അതുകൊണ്ടാണ് വരുന്ന ആളിനെ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നത്, അല്ല നീ ഒന്ന് പറ, ഈ മനുഷ്യനോട് പറഞ്ഞാൽ കേൾക്കുകയില്ല. ഏത് വിവരമുണ്ടോ? എങ്ങനെ ഇരുന്ന മനുഷ്യനാണ്. ഇന്ന് കുടുംബത്തെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഇറങ്ങിപ്പോക്കല്ലേ. അപ്പൊ അവരും ആകെ ആലോചിക്കുമ്പോ ഒക്കെ നീ പറഞ്ഞത് ശരിയാണ്, എന്നാലും പ്രായമായില്ലേ. അപ്പൊ അവിടെയും ചേർന്നു, ഇവിടെയും ചേർന്നു അവരുടെ സത്വബുദ്ധി. ഇങ്ങനെയാണ് ഈ ലോകം. ഇതിങ്ങനെ അങ്ങോട്ട് പെരുകിയാൽ ഇതിന് ഒരളവുമില്ല, അറ്റവുമില്ല. പ്രപഞ്ചം ഇങ്ങനെ പെരുകി പ്രസവിക്കുന്നതാണ്. സൂകരപ്രസവത്തെക്കാളൊക്കെ കൂടിയതാണ്. അതുകൊണ്ട് തമസിന്റെയും രജസിന്റെയും സത്വത്തിന്റെയും സമ്മേളന രംഗമാണ്. അതിലാണ് ഈ പ്രപഞ്ചവിധാനീയതകൾ മുഴുവൻ നടക്കുന്നത്. അങ്ങനെയാണ് മറയ്ക്കലും. അത് വളരെ രസമുള്ള കാര്യമാണ്. നടന്നു പോകുമ്പോ കാലിടത്തുനിന്ന് തട്ടുന്നത് തമസ വസ്തുവിനെ മറയ്ക്കും. അല്ലെങ്കിൽ കാലിനറിയാം. കണ്ണുകൊണ്ട് നോക്കിയിട്ടല്ല കാല് തട്ടാതിരിക്കുന്നത്. കാലിന്റെ വിരലിന്റെ അറ്റത്തൊരു മസ്തിഷ്കമുള്ളതുകൊണ്ട് തട്ടാതിരിക്കുന്നത്.